പ്രിയപ്പെട്ടവരെ, കഴിഞ്ഞ ദിവസം നമ്മുടെ രാജ്യത്തിൻ്റെ ലോക്സഭയിൽ പ്രതിപക്ഷ നേതാവായി തിരഞ്ഞെടുക്കപ്പെട്ട രാഹുൽ ഗാന്ധി തൻ്റെ ആദ്യ പ്രസംഗം നടത്തുകയുണ്ടായി. ഇന്ത്യ രാജ്യം നേരിടുന്ന വൈവിധ്യങ്ങൾ നിറഞ്ഞ വിവിധ വിഷയങ്ങൾ, BJPക്കെതിരെയുള്ള NDA സർക്കാരിനെതിരെയുള്ള ശക്തമായ ഒരു ക്ഷോഭം തന്നെയായിരുന്നു നമ്മൾ ലോക്സഭയിൽ കണ്ടത്. അതിൽ പഞ്ചാബിൽ അഗ്നിവീറായ ഒരു യുവാവ് സൈനികൻ രക്തസാക്ഷിയാവുകയും അദ്ദേഹത്തിന് ആവശ്യമായ പരിഗണനകൾ നൽകാതിരിക്കുകയും ചെയ്ത വിഷയം വരെ ഉന്നയിക്കുകയുണ്ടായി. എന്നാൽ ബോധപൂർവമോ അല്ലാതെയോ തമസ്കരിക്കപ്പെട്ട ഒരു പ്രശ്നം കഴിഞ്ഞ BJP സർക്കാർ അധികാരത്തിൽ വന്നത് മുതൽ വളരെ നിസ്സാര സമയം കൊണ്ട് 6ഓളം മുസ്ലിം യുവാക്കൾ ഇന്ത്യയിൽ വഴിയിലിട്ട് തല്ലിക്കൊല്ലപ്പെട്ടു. ആ ആളുകൾക്ക് വേണ്ട അർഹമായ പരിഗണന ആ പ്രസംഗത്തിൽ ലഭിച്ചിട്ടില്ല. ഇന്ത്യയിൽ ഒരുപാട് ക്രൈം നടക്കുന്നുണ്ട്. ആ ക്രൈമുകളിൽ ഞാൻ മനസ്സിലാക്കുന്നത് ഏറ്റവും വലിയ ക്രൈം കൊലപാതകം തന്നെയാണ്. അത്തരത്തിൽ നടന്ന 6 കൊലപാതകം, വഴിയിലിട്ട് പശുവിൻ്റെ പേരിൽ വഴിയിലിട്ട് 6 മുസ്ലിം ചെറുപ്പക്കാരെ തല്ലിക്കൊല്ലുകയും ഒരുപാട് ആളുകളുടെ വീടുകൾ തകർക്കുകയും മസ്ജിദുകൾ തകർക്കുകയും ചെയ്ത ന്യൂനപക്ഷം മുസ്ലിം വിഭാഗത്തിൽപ്പെട്ട ആളുകളുടെ അടിസ്ഥാനപരമായ പ്രശ്നം, ഇന്ന് മുസ്ലിങ്ങൾ നേരിടുന്ന അടിസ്ഥാനപരമായ പ്രശ്നം, ആ പ്രശ്നം വളരെ കൃത്യമായി ഉയർത്താൻ രാഹുൽ ഗാന്ധിക്ക് കഴിഞ്ഞിട്ടില്ല. അദ്ദേഹം അതിന് തയ്യാറായിട്ടില്ല എന്നുള്ളതാണ്. നമുക്കറിയാം, ഇന്ത്യയിൽ ഒരുപാട് വിഷയങ്ങൾ, ഈ നീറ്റ് ഉൾപ്പെടെയുള്ള, അയോധ്യ രാമക്ഷേത്രം ഉൾപ്പെടെയുള്ള വിവിധ വിഷയങ്ങളുണ്ട്. അതെല്ലാത്തിനും അതിൻ്റെതായ പ്രാധാന്യങ്ങളുമുണ്ട്. എന്നാൽ അതിനോളം തന്നെ പ്രാധാന്യം ഉയർത്തുന്ന വിഷയമാണ് മുസ്ലിം ജനവിഭാഗം ഇന്ത്യയിൽ അനുഭവപ്പെടുന്ന ഒറ്റപ്പെടുത്തലും മാറ്റി നിർത്തലും, അവരെ ബോധപൂർവമായി രാഷ്ട്രീയ സാമൂഹ്യ മേഖലകളിൽ നിന്നുള്ള മാറ്റി നിർത്തലും. എക്സ്പെഷ്യലി ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് മുസ്ലിം പേരുകാരനായ ഒരാൾ പോലും ഇല്ലാത്ത ഒരു മന്ത്രിസഭ വരുന്നത്. കോൺഗ്രസ് പല സംസ്ഥാനങ്ങളിലും മുസ്ലിം പ്രതിനിധികൾക്ക്, പേരുള്ളവർക്ക് ആവശ്യമായ പ്രാതിനിധ്യം പോലും നൽകാത്ത, അതിൻ്റെ പേരിൽ മഹാരാഷ്ട്രയിൽ ഒരു നേതാവ് കോൺഗ്രസിൽ നിന്ന് രാജിവെക്കുന്ന സാഹചര്യം വരെ ഉണ്ടായി. എന്തുകൊണ്ടാണ് മുസ്ലിം വിഷയങ്ങൾ കൃത്യമായിട്ട് അഡ്രസ്സ് ചെയ്യുന്നതിൽ ഈ രാഹുൽ ഗാന്ധി ഉൾപ്പെടെ കോൺഗ്രസ് ഉൾപ്പെടെ പരാജയപ്പെടുന്നത്? മുസ്ലിങ്ങളെ വോട്ട് ബാങ്കായിട്ട് മാത്രം കണക്കാക്കിയാൽ മതി എന്നുള്ള ഒരു ബോധ്യം എങ്ങനെയോ കോൺഗ്രസിലും മതേതര രാഷ്ട്രീയ പാർട്ടികളിലും വന്നിട്ടുണ്ട്. അതിനപ്പുറം ഒരു രാഷ്ട്രീയ ശക്തിയായി, രാഷ്ട്രീയ സമൂഹമായി അവരെ കാണാൻ അവർ തയ്യാറാവുന്നില്ല, അല്ലെങ്കിൽ അതിനുവേണ്ടിയുള്ള ഒരു ഇടപെടൽ മുസ്ലിം കമ്മ്യൂണിറ്റിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം.